ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂറുമായിട്ടാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇൻറ്റീരിയർ വർക്കോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂമുള്ള നല്ല അടിപൊളി വീടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീടൊന്ന് കണ്ടു നോക്കിയാലോ. സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയാൽ ഉടനെ തന്നെ നമ്മളൊരു വലിയ ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഹാളിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഡൈനിങ് ഹാളും അതുപോലെ ലിവിങ് റൂമും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലിവിങ് റൂം. മൂന്ന് ബെഡ്റൂം അടങ്ങിയിട്ടുള്ള വീടാണിത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം. അതുപോലെ ഹാളിൻ്റെ ഒരു വശത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പും കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റെപ്പിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ സോഫ സെറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാൾ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. കിച്ചണൊക്കെ നമുക്ക് ലാസ്റ്റ് കണ്ടു നോക്കാം. മുകളിലായിട്ട് 2 ബെഡ്റൂമും അതുപോലെ ഒരു നിസ്കാര റൂമുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പ്രയറിനായിട്ടുള്ള റൂം. അവിടുന്ന് നേരെയുള്ള ഡോറ് പുറത്തേക്കുള്ള സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറാണ്. സിറ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് പ്രകൃതി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും അധിക വീടുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന നല്ല പാടങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലുള്ളത് പോലെ തന്നെയുള്ള വലിയ ഹാള് തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരുവശത്തായിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും ബാത്റൂം സൗകര്യവും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ നിലയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയാൽ ഒന്നുമില്ല, ഒറ്റൊരു ഹാള് മാത്രമാണ്. അതിനുശേഷം ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് വരികയാണ്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. അപ്പോഴേക്കും കിച്ചണിൽ നല്ല ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കു ഷേക്കും അതുപോലെ ഗ്രേപ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റൗവും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലായിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ചെറിയ ടേബിളും അതുപോലെ ഫ്രിഡ്ജുമാണ് കിച്ചണിലുള്ളത്.
അതിനുശേഷം വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയാൽ നിറയെ കവാടോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്. ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഹോം ടൂർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.